ശത്രുക്കൾ പുറത്തു വന്ന് നോക്കുകയാണ്. അലി റളിയല്ലാഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അതാ ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. എത്ര വലിയ സന്തോഷകരമാകുന്ന രാവാണ്. ഇരുട്ടാണ്. ഇരുളിന്റെ മറവിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ തീർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് സർവ്വരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ ഉറങ്ങാതെ പ്രവാചകർക്ക് വേണ്ടി തന്റെ മടിത്തട്ട് വിരിച്ചു കൊടുക്കുവാൻ സൗഭാഗ്യം ലഭിച്ചതായ അബൂബക്കറേ നിങ്ങളല്ലയോ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാണ്. അതാ കാലിൽ വന്ന് സർപ്പം വന്ന് കൊത്തുകയാണ്. ആഞ്ഞാഞ്ഞ് കൊത്തിയിട്ട് പോലും അബൂബക്കർ കാലനക്കുന്നില്ല. തന്റെ കാലിലേക്ക് വിഷം കയറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. കണ്ണിൽ നിന്ന് ധാരധാരയായി ഇത്തിത്തതാ വീഴുകയാണ്. കണ്ണുനീര് പ്രവാചകന്റെ കവിളിത്തടത്തിലേക്ക് വന്നു വീണപ്പോ എഴുന്നേറ്റ പ്രവാചകൻ ചോദിക്കുകയാണ്, അബൂബക്കറെ നിനക്കെന്ത് പറ്റി അബൂബക്കറെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ വിഷം തീണ്ടിയിട്ടുണ്ട് ഹബീബേ, എന്നാ കാലിൽ കടിച്ചിട്ടുണ്ട് ഹബീബേ. കാലിൽ നോക്കിയപ്പോൾ പ്രവാചകൻ നോക്കിയപ്പോൾ വല്ലാതെ നീലിച്ചിരിക്കുകയാണ്. കാല് വിഷം തീണ്ടിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ തന്റെ ഉമിനീര് ആ കാലിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. പരിപൂർണമായി ശമനം വന്നെന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പരമ്പര ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെയുള്ള പരമ്പരയിൽ വിഷം അവർ കേൾക്കുകയില്ലത്രേ. എത്ര വലിയ സർപ്പം വന്ന് കുത്തിയാലും എത്ര വലിയ വിഷജന്തുക്കൾ കടിച്ചാലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സന്താന പരമ്പരകൾക്ക് ഖിയാമത്ത് നാളെ വരെ ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് കാലിൽ തൊട്ടതിന്റെ പേരിൽ ഇലാ യൗമിൽ ഖിയാമ വിഷം ഏൽക്കുകയില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുകയാണ്, മരണാസന്നനായി കിടക്കുമ്പോൾ പറയുകയാണ്, ലലൈലതു അബീ ബക്കർ ഖൈറും മിൻ ഉമരി ഉമറാ. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ശ്രേഷ്ഠമുള്ളത് അബൂബക്കറിന്റെ ഒറ്റരാവാണ്. ആരാണ് പറയുന്നത്? മരണാസന്ന കടക്കയിൽ കിടന്നുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ്. പാതിരാത്രി സമയത്ത് ഇതര സമുദായത്തിലാകട്ടെ മുസ്ലിം സമുദായത്തിലാകട്ടെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ദേശപ്രചരനായി ഇറങ്ങി തിരിച്ചതായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് യൂഫ്രട്ടീസ് നദിക്കരയിൽ ഏതെങ്കിലും ഒരു നായ വിശന്നുകൊണ്ട് കടന്നാൽ ഈ ഉമറിനോട് നാളെ പടച്ചറപ്പിന്റെ ധർമ്മമായി ചോദ്യം ചോദിക്കുമെന്ന് പേടിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, എനിക്ക് കിട്ടിയതാകുന്ന ആയുസ്സിന്റെ അമലിനേക്കാൾ എന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ലൈലത്തു അബീ ബക്കറിൻ, അബൂബക്കറിന് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം കിട്ടിയ കിട്ടിയ രാവാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നബി സുഖമില്ലാതെ കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി വന്നു. നബിയെ കണ്ടിട്ട് തിരിച്ചു പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ പനി പിടിച്ച് കിടക്കുന്ന നബിയെ കാണാൻ വേണ്ടി വന്നു. ആരു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ടിട്ട് തിരിച്ചു പോയപ്പോഴോ അദ്ദേഹത്തിന് പനി പിടിച്ചു. അദ്ദേഹം പനി പിടിച്ച് കിടപ്പില്ല. مرض الحبيب فزرته فمرضت من أسفي عليه شفي الحبيب فزارني فشفيت من نظري إليه. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായപ്പോൾ ആ പ്രവാചകരെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. പ്രവാചകരെ കണ്ട എനിക്ക് പ്രവാചകരുടെ അസുഖം ബാധിക്കുകയാണ്. എനിക്ക് പനി പടരുകയാണ്. മഹബത്തുള്ളവർ അങ്ങനെയാണ് അല്ലെ? കൊച്ചു കുട്ടികൾ പനിച്ചാല് ഉമ്മക്ക് വേഗം പനി പിടിക്കൂലേ? കാരണം എന്താ? ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. ആ സ്നേഹത്തിന്റെയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ വേറൊരു അസുഖം ഉണ്ടല്ലോ, ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ചു പോകുന്നതിന് എന്താ പറയാ? ചിക്കന.
പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖമില്ലാതെ കിടന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. നബി തങ്ങളെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ, എനിക്ക് പനി പിടിച്ചു. മരിദൽ ഹബീബു ഫസറുതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. എനിക്ക് സുഖമില്ലാതെ കിടക്കുന്നത് അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അടുത്ത സെക്ഷനാണ്. അങ്ങനെ എന്നെ കണ്ടപ്പോ നബിതങ്ങളെ ഞാനൊന്ന് നോക്കിയപ്പോ ഫശുഫീതു മിൻ നളരി ഇലൈ, നബിതങ്ങളിലേക്കൊന്ന് നോക്കിയപ്പോ തന്നെ എന്റെ അസുഖം പോയി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ഭാഷയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അന്നളുറു ഇലാ വജ്ഹിക, തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? മുഹാജിറുകളും അൻസാരികളുമാകുന്ന സഹാബത്തിന്റെ പ്രവർത്തനം എന്താ? ചിന്തിച്ചു നോക്ക്. അവര് ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത് മുത്തബിഉസ് സുന്ന എന്നാണ്. പ്രവാചകരുടെ തിരുസുന്നത്തുകളെ മുറുകെ പിടിച്ച ഒരേ ഒരു വ്യക്തിത്വം, ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ പിൻപറ്റിയ വ്യക്തി ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുകയാണ്. ഇലാ ബൈതി, എന്റെ വീട്ടിലേക്ക് കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങൾ എന്റെ ഉപ്പയെ കാണാൻ, എന്റെ ഉപ്പയാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ ഫജലസ തഹത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന് തണല് പറ്റിക്കൊണ്ട് പ്രവാചകൻ ഇരിക്കുകയാണ്. സഹാബത്ത് എങ്ങനെയാണ് ഖബറിനുള്ളിൽ ഇത്ര അത്ഭുതം കാണിച്ചത്? ആ സഹാബത്തിന്റെ പ്രവർത്തനം എന്താണ്? ഇതാ പഠിക്ക്. റബീഉൽ അവ്വലോട് ബന്ധിച്ചതായതുകൊണ്ടാ 2-3 ചരിത്രങ്ങൾ നബിയുടെ മഹബത്ത് വെച്ച് പറയുന്നു. നല്ലതുപോലെ ശ്രദ്ധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉപ്പയെ കാണാൻ എന്റെ വീട്ടിൽ വന്നപ്പോ ഫജലസ തഹത ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നബി തങ്ങൾ തണൽ കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ആയിരുന്നു യസുബ്ബുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ. മരണം വരെയും ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ആ വൃക്ഷത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. എന്തിനെന്നറിയുമോ? ലിഅല്ലാ തൈബസാ, എന്റെ ഹബീബ് അല്പനേരം വിശ്രമിച്ചതായ തണല് കൊണ്ട മരമാണ്. ഈ മരം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരിക്കലും ഉണങ്ങാൻ പാടില്ല, ഒരിക്കലും ഇത് കരിയാൻ പാടില്ല. ഉണങ്ങാതിരിക്കാൻ, കരിയാതിരിക്കാൻ വേണ്ടി ഡെയിലി വെള്ളം ഒഴിക്കും. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ജനങ്ങൾ പറയുമായിരുന്നു ഇബ്നു ഉമറിന് സുഖമില്ല എന്ന് പറയാം. കാരണം എന്താ? യാത്രയൊന്നും പോകുന്നില്ല. ഒരു യാത്രയൊക്കെ മതിയാക്കിയിട്ട് ഇവിടെ തന്നെ കൂടിയിരിക്കും. എന്താ കാര്യം? ഒരു ദിവസം ഇവിടുന്ന് പോയാൽ ഈ വൃക്ഷം കാണാൻ, അതിന്റെ ഒരു ഇല കാണാൻ കരിഞ്ഞു പോയെങ്കിലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണല് കൊണ്ടതാകുന്ന മരത്തിന് വെള്ളം ഒഴിക്കാൻ മരണം വരെയും അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വകാന യസാഫറ ഫീ മകാൻ, ഒരു സ്ഥലത്തൂടി അദ്ദേഹം യാത്ര പോയി കഴിഞ്ഞാൽ ദവറനഖതഹു, തന്റെ ഒട്ടകത്തെ ദൗറ ചെയ്യുമായിരുന്നു. ഒട്ടകത്തെ ഇങ്ങനെ റൗണ്ട് അടിക്കും. അവിടെ ഒരു സ്ഥലത്തൂടി പോകുമ്പോൾ അദ്ദേഹം ഒട്ടകത്തെ ഇങ്ങനെ റൗണ്ട് ചുറ്റും. നമ്മളിപ്പോ കാസർഗോഡ് ടൗണിൽ ചെന്ന് അവിടെ ഉണ്ട് റൗണ്ടാന, ചേർക്കള അങ്ങാടിയിലും ഉണ്ട് റൗണ്ടാന. ഇങ്ങനെ റൗണ്ടാന ഒന്നും ഇല്ല ഇവിടെ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ റൗണ്ടാന അടിക്കുന്നത്? സ്വഹാബത്ത് ചോദിച്ചില്ല, ഇവിടെ എന്തിനാ നിങ്ങൾ അടിച്ച്? ഇവിടെ ഇപ്പൊ റൗണ്ടാന അടിക്കാൻ കാരണമൊന്നുമില്ല. ഇങ്ങനെ നേരെ പോകുന്ന വഴിയാ. നേരെ പോയിട്ട് മൂപ്പര് അവിടെ എത്തിയപ്പോ എന്ത് ചെയ്ത്? ഒന്ന് റൗണ്ട് ചെയ്ത്, ഒട്ടകത്തെ റൗണ്ട് ചെയ്ത്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താ പറ്റി? സുഖമില്ലേ? നീ എന്താ ഇവിടെ ഇപ്പൊ റൗണ്ട് ചെയ്തത്? ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലിയ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്,
സാഫറതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ യാത്ര ചെയ്തപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദവറനാഖതഹു, ഹബീബായ നബി തങ്ങൾ ഇവിടെ എത്തിയപ്പോ നബി തങ്ങൾ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഫലിദാലിക അഫ്അലു ഹകദാ, അതുകൊണ്ടാണ് ഞാനും അപ്രകാരം ചെയ്യുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി തങ്ങൾ എന്തിനാണ് ചെയ്തത് എനിക്കത് അറിയില്ല. ഹബീബായ നബി തങ്ങൾ ചെയ്തല്ലോ, നബി തങ്ങൾ ചെയ്തില്ലയോ, അത് മാത്രമാണ് എനിക്ക് ചിന്തയുള്ളത്. ഹബീബായ നബി തങ്ങൾ ചെയ്തതിന് പ്രകാരം ചെയ്യുക മാത്രമാണ് എന്റെ ലക്ഷ്യം. സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നബിതങ്ങൾ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യാം. തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞവർ വരെ പിന്നീട് എഴുതി വെച്ചു, ഇദ്ദേഹം ആരാണ്? മുത്തബിഉസ് സുന്നയാണ്, നബിയുടെ ചര്യകളെ പരിപൂർണമായി പിൻപറ്റിയ വ്യക്തി ഒരാളെ ഉള്ളൂ. ആരാണ്? സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ പാത പിന്തുടരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവരൊക്കെയാണ് മുഹാജിറുകളും അൻസാരികളും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എവിടെ കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടു. കൃഷി ചെയ്യുന്നു, വിത്തിറക്കുന്നു, അതേ ദിവസം തന്നെ കൊയ്തെടുക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കൂട്ടർ അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ കണ്ട മറ്റൊരു അനുഭവം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സമയമുണ്ടല്ലോ അല്ലേ, ഇതും കൂടെ പറയാല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്, ഖബറിൽ ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്. തുഖറദു ശഫാഹു ബിമഖാരിദ മിൻ ഹദീദ്, ഇരുമ്പിനാണുള്ള ചൂടുള്ള കത്രിക കൊണ്ട് പഴിപ്പിച്ചതാകുന്ന കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകളെ വലിച്ചു നീട്ടിയിട്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ ചുണ്ടുകളെ മുറിച്ചു കളയുന്നതായിട്ട്, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി. തുഖറദു ശഫാഹു ബിമഖാരിദ മിൻ ഹദീദ്, ഇരുമ്പിനാൽ വെച്ചുകൊണ്ട് ഇരുമ്പിൻ്റെതാകുന്ന കത്രിക അത് നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ച് ചൂടുവരുത്തിയിട്ട് ശിക്ഷയുടെ മലക്കുകൾ കൊണ്ടുവന്ന ഖബറിൽ വെച്ച് അവരുടെ നാവിനെയും അവരുടെ വായെയും ചുണ്ടിനെയും വലിച്ചുകൊണ്ട് കത്രിക കൊണ്ട് മുറിക്കുമത്രേ.